السلام عليكم. عبدك المسكين يرجو فضلك الجم الوفير فيك قد أحسنت ظني يا بشير يا نذير. ആ ബെയ്ത്താണ് എനിക്ക് കിട്ടാറുള്ളത്. രീതി നമുക്ക് പിന്നെ സമയത്ത് പറയാം. അബ്ദുക്കൽ മിസ്കീനു, മിസ്കീനായ നിന്റെ അടിമ. അപ്പോൾ ഈ അബ്ദുക്ക എന്നത് ഈ ലമീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. കാരണം അതിൻ്റെ മുമ്പ് അന്തനിൽ മൗല ശകൂറു അത് കഴിഞ്ഞ ശേഷമുള്ള ബെയ്ത്താണ്. അന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മൗല അള്ളാഹുവിന് ശകൂറുൻ അധികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനാണ്. ഫൗലു വദിനാണ്. ഇത് കസിറത്തിൻ്റെ ജമ്മായിരിക്കുന്ന ഫൗലു വദിനാണ്. അപ്പോൾ അധികമായിട്ട് ഈ മൗല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവാണ്. കാരണം ഖുർആനിൽ അങ്ങനെ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ദുഹാന്റെ സൂറത്തിൽ ഖുർആനിൽ അങ്ങനെ സ്ഥലമുണ്ട്. എന്തെന്ന് യൗമനായൂനി മൗലൻ മൗലൻ ശൈഅൻ വലാ ഹും യുൻസറൂൻ ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമനായൂനി മൗലൻ മൗലൻ ശൈഅൻ വലാ ഹും യുൻസറൂൻ. ഒരു മൗലയും മറ്റൊരു മൗലയെ തൊട്ട് പറഞ്ഞാൽ ഈ അൻ മൗലൻ എന്നാണ് രണ്ടാമത്തെ അൻ മൗലൻ എന്ന് പറഞ്ഞത്. യൗമലായൂനി മൗലൻ അൻ മൗലൻ എന്ന് പറഞ്ഞാൽ ഈ അതിലുള്ള ആ മൗല, ഒരു മൗല അടിമയും മറ്റൊരു മൗല അള്ളാഹുവാണ് ഉദ്ദേശം. ആ മൗലയാണ് ഇവിടുത്തെ ഏത് അന്തരിൽ മൗല. ഈ മൗല കൊണ്ടുള്ള ഉദ്ദേശം അന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൗല അള്ളാഹുവിന് ശകൂറുൻ അധികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ശേഷമുള്ള ബെയ്ത്താണിത്. അബ്ദുക്ക നിൻ്റെ അടിമ. നിൻ്റെ അടിമ എന്നാൽ അള്ളാഹുവിൻ്റെ അടിമ. അൽ മിസ്കീനു മിസ്കീനായ അടിമ യർജു അവൻ ആഗ്രഹിക്കുന്നു. അത് മൗലിദിൻ്റെ കിതാബിൽ യർജു എന്നതിൻ്റെ ശേഷം ബാബിൻ്റെ ശേഷം അലിഫുണ്ട്. അലിഫില്ല അവിടെ മുഫറദാണ്. യർജു ആ അടിമ ആഗ്രഹിക്കുന്നു. ഫളിലക്കാൻ നിൻ്റെ ഫളിനെ ഈ ദാലിക ഫളുല്ലാഹി യുഅ്തീഹി മൻ യശാഅ. ആ ഫളിലാണ് ആ നിയമത്താണ്. ആ നിയമത്താണ് ഇവിടെ, ആ ഫളിലാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പം ഫളിലക്കാൻ നിൻ്റെ ഫളിൻ്റെ ഔദാര്യത്തെ നിൻ്റെ ഫളിനെ നിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നു. എങ്ങനത്തെ റഹ്മത്ത്? അൽ ജമ്മ അധികരിച്ചതായ. അൽ ഒഫീറ എന്നാൽ വിശാലമായതായ. അപ്പോൾ വിശാലമായതായ നിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നു. അൽ ജമ്മാനാൽ അധികരിച്ചതായ, അൽ ഒഫീറന വിശാലമായ അധികരിച്ചതായ നിന്റെ റഹ്മത്തിനെ നിന്റെ അടിമ ആഗ്രഹിക്കുന്നു. ഫീക്ക നിന്നിൽ. ഈ ഫീക്കാനാൽ നബിസ്വരവാദങ്ങളാണ്. അവിടെ ഫീക്കാനാൽ നിന്നെ കൊണ്ട് എന്നാൽ അല്ല, ഈ ഫീക്ക നബിസ്വരവാദങ്ങളല്ല അള്ളാഹുത്തേനാണ്. ഫീക്ക എന്നില്ല അർത്ഥം. ഇവിടെ ഫീ പറയാൻ ഉദ്ദേശം ഫീയാണ് അവിടെ ബെയ്ത്തിന് യോജിച്ചത്. അതുകൊണ്ടാണ് ഫിക്കാന്നില്ലാത്ത ഫിക്കാൻ നിന്നെ കൊണ്ട് കഥ അസൻ തുവന്നി എൻ്റെ ഭാവന ഞാൻ നന്നാക്കിയിരിക്കുന്നു. അപ്പം നിന്നെ കൊണ്ട് ഈ ബായിൻ്റെ മേനാക്ക അല്ലാഹുവേ നിന്നെ കൊണ്ട് എൻ്റെ ഭാവന ഞാൻ നന്നാക്കിയിരിക്കുന്നു. ഞാൻ ഭാവന എന്നാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃത്യസമയത്ത് നിസ്കരിക്കാത്തവനാണ്, തെറ്റ് ചെയ്യുന്നവനാണ്. എന്നാലും നീ രക്ഷപ്പെടുത്തും എന്നുള്ള ഭാവനയാണ് എനിക്കുള്ളത്. യാ ബഷീറു സന്തോഷവാർത്ത അറിയിക്കുന്ന നബിയെ, യാ നദീറു ഭയപ്പെടുത്തി അറിയിക്കുന്ന നബിയെ, നിങ്ങളെന്നെ സഹായിക്കണം. നിങ്ങളെ ഞാൻ വിളിക്കുന്നു, നിങ്ങളെന്നെ സഹായിക്കണം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ വഫീറു ഫീക ഖദ് അഹ്സൻതു ബന്നി യാ റസൂലല്ലാഹ് യാ ബശീറു യാ നദീറു യാ ഹബീബല്ലാഹ്.
ഫഅഗ്സിനി എന്ന അഗാസ യൂയിസു എന്നതിൻ്റെ അമ്രാണ്. അഗ്സിനി ഫഅഗ്സിനി, അതുകൊണ്ട് നബിയെ തങ്ങൾ എന്നെ സഹായിക്കണം. അഗാസ യൂയിസു എന്നതിൻ്റെ അമ്രാണ്. ഫഅഗ്സിനി, നബിയെ തങ്ങൾ എന്നെ സഹായിക്കണം. വഅജിർനി, എനിക്ക് അഭയം നൽകുകയും വേണം. അഭയം നൽകാനാൽ അമ്നി മിമ്മ ഖാബു, എല്ലാ പേടിക്കുന്നതിൽ തൊട്ട് ഞാൻ അഭയം തേടുന്നു. യാ മുജീറു മിന സഈരി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായ നബിയേ. യാ മുജീറു മിന സഈരി, സഈർ എന്ന നരകം, നരകത്തിൽ നിന്ന് അഭയം നൽകുന്നതായ യാ മുജീറു മിന സഈരി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായ നബിയെ, നിങ്ങളെ ഞാൻ വിളിക്കുന്നു, നിങ്ങളെന്നെ സഹായിക്കണം. യാ മുജീറു മിന സഈരി, യാ വിയാസി, യാ മലാദി, യാ വിയാസി എന്നാൽ എന്നെ സഹായിക്കുന്നതായ നബിയെ. യാ മലാദി എന്നാൽ എൻ്റെ രക്ഷാകേന്ദ്രമായിരിക്കുന്ന നബിയെ. ഈ മുലിമാത്തിൽ ഹുമൂരി, കാര്യങ്ങളിലെല്ലാം മുസീബത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാ കാര്യങ്ങളിലും മുസീബത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ രക്ഷപ്പെടുത്തുന്ന, എന്നെ സഹായിക്കുകയും എനിക്ക് അഭയം നൽകുന്നതായ നബിയെ, നിങ്ങളെ ഞാൻ വിളിക്കുന്നു, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പം ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നിങ്ങളിത് ശരിക്കും അതിൻ്റെ അർത്ഥം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.